ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള ഒരു അനൌദ്യോഗിക ഫോർമുല മുന്ന് ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധരാമയ്യ 5 വർഷവും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും എന്നുള്ള നിലപാടാണ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇരു നേതാക്കളും ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡിനെയൊക്കെ കണ്ടിരുന്നു. ഏതായാലും എന്തായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനം എന്നുള്ളത് കർണാടക രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സന്നദ്ധത അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. 6 വർഷത്തോളമായി ഈ സ്ഥാനത്ത് തുടരുന്നു. ഉപമുഖ്യമന്ത്രിയായപ്പോഴും താൻ KPCC അധ്യക്ഷ പദം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പോലും താൻ ഈ സ്ഥാനമൊഴിഞ്ഞാലും നിർണായകമായിട്ടുള്ള ഒരു റോളിൽ, അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്ന ഒരു റോളിൽ താൻ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഡി.കെ. ശിവകുമാർ നൽകുന്നുണ്ട്. ಬೇರೆಯವರಿಗೆ ಅವಕಾಶ ಮಾಡಿಕೊಡ್ಬೇಕು, ಬಟ್ ನಾನು ಲೀಡರ್ಶಿಪ್ ಅಲ್ಲಿ ಇರ್ತೀನಿ, ತಲೆ ಕೆಡಿಸ್ಕೊಳ್ಳೋಕೆ ಹೋಗಬೇಡಿ. എന്നാൽ സിദ്ധരാമയ്യ ക്യാമ്പ് മന്ത്രിസഭാ പുനഃസംഘടന നടത്താനുള്ള ഒരുക്കത്തിലാണ്. അതായത് 5 വർഷം അധികാരത്തിൽ താൻ തന്നെ തുടരുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് സിദ്ധരാമയ്യയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ടുകൊണ്ട് ലിംഗായത്ത് വിഭാഗം, മുസ്ലിം വിഭാഗം, ദളിത് വിഭാഗം, ഇങ്ങനെ 3 വിഭാഗത്തിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉയരുന്നുണ്ട്. സമീർ അഹമ്മദ് ഖാനെ, സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുത്ത ആളാണ്, അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒരു ആവശ്യം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കും, ഈ സമ്മർദ്ദത്തെ അതിജീവിക്കുമെന്നുള്ളതും നിർണായകമാണ്. വരും ആഴ്ചകൾ കർണാടകയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് അതീവ നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.